വനമന്ത്രി ഷിബു ബേബി ജോൺ ആലുവ മൂന്നാം രാജപാത സന്ദർശിച്ചു. കോതമംഗലം എംഎൽഎ ഷിബു തെക്കുംപുറം മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. രാവിലെ തട്ടിക്കാട് ഫോറസ്റ്റ് ഐബിയിൽ നിന്ന് മന്ത്രി, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, MLA-മാരായ ഷിബു തെക്കുംപുറം, എഫ് രാജ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വനവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പം വനവകുപ്പ് വാഹനത്തിൽ പീണ്ടിമേട് മേഖലയിലേക്ക് യാത്ര തിരിച്ചു. പൂയംകുട്ടിയിൽ നിന്ന് രാജപാതയിലൂടെ ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ച സംഘം പീണ്ടിമേട്ടിലെത്തി. KSEBയുടെ പഴയ ക്വാർട്ടേഴ്സുകളും നിലവിലുള്ള മെറ്റിലിട്ട പാതയും മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി. തുടർന്ന് ഉച്ചയോടെ തട്ടിക്കാട് ഫോറസ്റ്റ് ഐബിയിൽ തിരിച്ചെത്തിയ ശേഷം രാജപാതയുടെ സാധ്യതകളും തുടർ നടപടികളും സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ച നടത്തി. ആലുവ മൂന്നാർ രാജപാതയുടെ പുനരാരംഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമപരമായും സാങ്കേതികപരമായും പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വനമൃഗശല്യവും ആലുവ മൂന്നാർ രാജപാത വിഷയവും വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നതിന്റെ ഭാഗമായുള്ള സന്ദർശനമായിരുന്നു ഇത്. രാജപാത റോഡിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജനപ്രതിനിധികളുമായി പോയി നേരിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സന്ദർശനം വെച്ചത്. ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഏകദേശം 6-7 കിലോമീറ്റർ വരെ വണ്ടി പോകുന്ന സ്ഥലം വരെ ഞങ്ങൾ പോയി പരിശോധിച്ചു. ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് നാട്ടുകാരുടെ ജനങ്ങളുടെ എല്ലാം വലിയൊരു ആഗ്രഹമായി നിൽക്കുമ്പോൾ തന്നെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം എങ്ങനെ ഇതിനെ ബാധിക്കുമെന്നുള്ളത്. അന്നേരം അത് ഇന്നിപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്, IAS ഓഫീസർ. ഇത് കൂടാതെ തന്നെ ആ കമ്മിറ്റി കൂടാതെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ കൊടുക്കും. അത് കൂടാതെ തന്നെ അത് നേര്യമംഗലത്തിലാണ്, ഇതിനുമുണ്ട് കമ്മിറ്റി. അന്നേരം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടെ പഠനം നടത്താനാണ് ഞങ്ങൾ സന്ദർശനത്തിന് ശേഷം വന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.